ഇയാള് ആരുടെ മറ്റേടത്ത് പോയി കിടക്കാണോ? ഒന്ന് വിളിക്കണോ റോയി? എന്തായി റോയിച്ചാ, വല്ലതും നടക്കുവോ? നടക്കും. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യ്. എന്റെ പൊന്നു സോമ, ഒന്ന് മിണ്ടാതിരിക്കുക. ഓ, ഇപ്പൊ സോമൻ ഊളേ. ഞാൻ അന്ന് എസ് പിയോട് പറഞ്ഞതാ, കാശിന് കൊള്ളാത്തവന്മാരെ എന്നോട് വിടരുതെന്ന്. അങ്ങനെ മനസ്സിലാവണ്ടേ? കുറച്ച് ലേറ്റ് ആയാലും വരാതിരിക്കില്ല. വരാതിരിക്കില്ല. അത് ഇന്നാളങ്ങനെ ഇറങ്ങിയ ഒരു പീസ് പടത്തിന്റെ പേരിലിടൂ, അല്ലേടാ സോമ? അതെ സാർ. എന്ത് പണിക്കിറങ്ങിയാലും അയാൾ എന്നും ലേറ്റാ. എന്നിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് കയറി വരും. കല്ല് വെച്ച തുണയാണെന്ന് കേൾക്കുമ്പോഴേ അറിയാം. നടപ്പും പട്ടും ഭാവം കണ്ടാലോ ഇപ്പൊ അങ്ങ് വലത്തിക്കളയും തോന്നും. താൻ എന്തിന്റെ കേട്ടിന് അയാളെ ഇങ്ങനെ താങ്ങി നടക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. അത് ആന്റണി റോയി പരസ്പര സഹായ സഹകരണ സംഘം അല്ലേ റോയിച്ച? സാർ, നമുക്കൊരു 5 മിനിറ്റോട് വെയിറ്റ് ചെയ്യാം സാർ. ഒന്ന് പോടോ. ലേറ്റ് ആയിട്ട് അവതരിക്കാൻ അവനാരാ? സൂപ്പർ സ്റ്റാറോ? വണ്ടി എടുക്കണോ? ഏതെങ്കിലും ഇൻഫോമറുടെ ഓതന്റിക്കായ ഇൻഫർമേഷൻ ഇല്ലാതെ നമ്മുടെ SP സാർ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യില്ല. അങ്ങേരാരാ മോൻ? അവനെ ഇത്തവണയൊന്ന് അകത്താക്കാൻ കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ കുറെ കഷ്ടപ്പെടും. അല്ല, അത് അവനും അറിയാം. അതുകൊണ്ട് ഒരു സൂചി പോയിന്റിന്റെ പാളിച്ച നമ്മുടെ ഭാഗത്തുനിന്ന് വന്നാൽ അവനവന്റെ പണി നോക്കി പോകും. പിന്നെ ഒരു കാരണവശാലും നാട്ടുകാരെ പാനിക്കട്ടെ കേട്ടോ. വെടിവെക്കാമോ സാർ? സോമാ, എല്ലാവരും ആ ലൊക്കേഷൻ മാപ്പ് ഒന്നുകൂടെ നോക്കും. ഈ ഓപ്പറേഷനെ പറ്റി നമുക്കും SP സാറിനും അല്ലാതെ മറ്റാർക്കും ഇവിടുത്തെ ലോക്കൽ പോലീസിന് പോലും വിവരമില്ല. അഥവാ വീട്ടിൽ കയറുന്നതിന് മുമ്പ് അവൻ എന്തെങ്കിലും ഡൗട്ട് അടിച്ചാൽ തന്നെ 4 വഴികളിലൂടെ രക്ഷപ്പെടാനാവും. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 4 വഴികളും നമുക്ക് ബ്ലോക്ക് ചെയ്യണം സാർ. അപ്പോൾ താങ്ക്സ്. ഓക്കെ. ഇയാളെ പൂഞ്ഞാറ്റി പോയി കിടക്കായിരുന്നോ? എന്റെ പൊന്നു പറയും സാറേ, ഒന്ന് ക്ഷമി. ഈ റെയ്ഡിന് വേണ്ടി ഞാൻ കൊച്ചുവെളുപ്പാങ്കാലത്ത് എന്നിട്ട് വണ്ടി എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ വഴിക്ക് വെച്ച് വണ്ടി ടയർ പഞ്ചറായി. സ്റ്റെപ്പിന് മാറ്റാമെന്ന് വെച്ചപ്പോൾ സ്റ്റെപ്പിനെയും പഞ്ചർ. എന്നാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരാമെന്ന് വെച്ചപ്പോൾ ഒടുക്കത്തെ ഓട്ടോറിക്ഷ സ്ട്രൈക്ക്. മിന്നൽ പണി മുടക്കും. പിന്നെ പനിയായിട്ട് കിടന്ന് മാധവേട്ടനെ കുത്തിപ്പൊക്കി ഞാൻ അദ്ദേഹത്തിന്റെ മോട്ടോർ ബൈക്കിൽ വരാമെന്ന് വെച്ചപ്പോൾ മോട്ടോർ ബൈക്കിൽ പെട്രോളില്ല. പിന്നെ ഞാൻ പോയി പെട്രോൾ വാങ്ങിച്ചുകൊണ്ടെന്ന് ഒരു കണക്കിന് ഇവിടെ എത്തി. ദൈവാദിനം കൊണ്ട് സമയത്തിന് തന്നെ എത്തിയല്ലോ സാറേ. സാറേ ഞാൻ കയറിക്കോട്ടെ? പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. വയർലെസിന്റെ വോളിയം കൺട്രോളിലായിരിക്കണം. ചാനൽ 3 എന്തോ പൂരം കണ്ടോണ്ടിരിക്കോ? വണ്ടി എടുക്കോ? സോറി സാർ. കേട്ടോ, 2 ചായ.
വീക്ക് ഭർത്താവിന് പോക്ക് ഭാര്യ. സോമ, ചേട്ടോ ഇപ്പൊ ഇവിടെയൊക്കെ സ്ഥലത്തിന് എന്താ റേറ്റ്? ആളെ കൊല്ലുവോ? ഇപ്പൊ എവിടെയാ കൊല്ലണ റേറ്റ് ഇല്ലാത്തത്? അത് ശരിയാ. ദേ ഈ കാണുന്ന വീട് കൊടുക്കാനുള്ളതാണ്. അതെന്തോ കേസും കൂട്ടായിട്ടൊക്കെ കിടക്കുക, കൊറേ കാലായി. അതെ, ഞങ്ങളുടെ അടുത്തൊരു പാർട്ടിയുടെ ഒരു വസ്തുവിന്റെ കാര്യം പറഞ്ഞിരുന്നേ. ഹലോ, ഏയ് ലേറ്റ് ആയില്ലടാ, കറക്റ്റ് സമയത്തിന് എത്തി. ഏതായാലും നീ ആ സമയത്ത് വിളിച്ച് എഴുന്നേപ്പിച്ച് നന്നായി. ഏറ്റവും റിസ്ക്കുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആദ്യം ഒരു ഓപ്പറേഷനിൽ എന്തെല്ലാം റിസ്കുകളാണെന്നോ ഞാനീ പറഞ്ഞു തന്നില്ല അതൊക്കെ. ഹേയ് നീ പേടിക്കൊന്നും വേണ്ട, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ഇന്നവനെ പിടിച്ചിരിക്കും. കളി കാണാണോ? ഏയ് സ്കോറൊന്നും അറിയണ്ട, ഉഗ്രം കളിയാണോ? സച്ചിൻ ഔട്ടായോ? യുവരാജ് സിംഗ് ഇറങ്ങിയോ? ഉഗ്രം കളിയാണോ? ബാക്കി നമുക്ക് വൈകിട്ട് പറയാം. ഓരോ നിമിഷവും ശ്രദ്ധിച്ചേ പറ്റൂ. വൈകിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്ന് മമ്മിയോട് പറഞ്ഞേക്ക്. നീ വെച്ചോ, ഇവിടെ ഇപ്പൊ എന്തെങ്കിലും നടക്കും. വെച്ചോ വെച്ചോ. ആളെത്തി സാർ, ബി അലേർട്ട്. ഓക്കെ ഓക്കെ, വി ആർ ഇൻ പൊസിഷൻ. നിങ്ങൾ ഫോളോ ചെയ്തോളൂ. കാണിക്കുന്നു. ഇയാളത് പാതാളത്തിൽ പോയി കിടക്കുക. അല്ല വർഗീസ് സാറേ, നമ്മുടെ ഒരു സഹപ്രവർത്തകന് നേരത്തെ പെൻഷൻ കിട്ടിയെന്ന് കേട്ടു. വെറും പെൻഷൻ അല്ലടോ, സസ്പെൻഷൻ. രണ്ടും ഒരുപോലെ തന്നെ. അതുകൊണ്ടെന്താ, ഇനി ലീവ് എടുക്കാതെ തന്നെ വീട്ടിലിരിക്കാലോ. കളിയും കാണാം, പാതി ശമ്പളവും കിട്ടും. എന്തായിരുന്നു വയ്യാത്ത പറ്റി കയ്യാല കയറരുത്. പിള്ളേര് കളിയായിട്ട് നടക്കുന്നതിനൊക്കെ പോലീസ് പണിക്ക് ഇറങ്ങി തിരിച്ചാൽ എങ്ങനെ ശരിയാവുന്നേ? പണിയെടുക്കില്ലെങ്കിൽ എന്താ, ഡയലോഗിന് വല്ല കുറവുണ്ടോ? കേസ് അന്വേഷിച്ചില്ലെങ്കിലും പ്രതികളെ പിടിച്ചില്ലെങ്കിലും ദേഹത്തിട്ട് തയ്ച്ച പോലെ ഇറങ്ങിപ്പിടിച്ചൊരു ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് സിനിമ സ്റ്റൈലില് ചെത്തി നടക്കല്ലേ. കുളിയില്ലെങ്കിൽ എന്താ, കോണാമ്പരപ്പുറത്തല്ലേ? സാറേ, സാർ എന്റെ സീനിയർ ആയതുകൊണ്ട് പൈപ്പിൻ ചോട്ടിലെ പെണ്ണുങ്ങളെ പോലെ സാർ എന്ത് വിളിച്ചു പറഞ്ഞാലും ഞാനത് കേൾക്കണം. അതാണല്ലോ പ്രോട്ടോകോൾ പ്രകാരം ശരി. ഈ സസ്പെൻഷനിലൊന്നും ഒരു കാര്യമില്ല സാറേ. പണി പോയാലും ആനടി പച്ചരി മേടിക്കും. നല്ല തറവാട്ടി പറഞ്ഞ അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ സോമനോടൊരു ഡയലോഗ് പറഞ്ഞോട്ടെ. താൻ പറയടോ. സോമണ്ണ അറിയാവല്ലോ ആന്റണിയെ, ഞാൻ എല്ലാം ഒന്ന് മുടക്കി വെച്ചതാ. എന്നെ കൊണ്ട് വീണ്ടും പണി എടുപ്പിക്കരുത്. ഓ, അത് പണ്ടത്തെ കഥ. പക്ഷെ ആ തായമ്പ് ഇപ്പൊ തപ്പി നോക്കിയാ കാണോ പറയൂ സാറേ? എവിടുന്ന് ആന്റണി, തന്നെ കൊണ്ട് പറ്റുന്ന പണി വല്ലതും നോക്ക്. സാറേ, സാർ അങ്ങനെ പറയരുത്. ഈ ഭീംബായി കിണാപ്പിനെ പിടിക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്. എന്നിട്ട് പഴി മുഴുവൻ എനിക്ക്. ആന്റണിക്ക് ഭീംബായെ പിടിക്കാൻ പ്ലാൻ വരക്കലും സാറ്റ് കളിയൊന്നും വേണ്ട. അവൻ ഏത് മുന്നത്തിൽ പോയി വിളിച്ചാലും ശരി, പിടിക്കണമെന്ന് വിചാരിച്ചാൽ ഈ ആന്റണി പിടിച്ചോണ്ടൊന്ന് സാറിന്റെ മുന്നിലിട്ട് തരും. അന്ന് തരുമല്ലോ സാറിന്റെ വിഷമം ഈ സോമന്റെ കഴപ്പും. മതി മതി,
അതിനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ ആന്റണി ചെല്ല്. നേരെ സാറേ, സമയം ഒരുപാടായി. ഞാൻ ചെന്നില്ലെങ്കിൽ വൈഫും മോനും ഉറങ്ങിയല്ലേ, വെയിറ്റ് ചെയ്യും. സോമന വേഗം വീട്ടിലേക്ക് ചെല്ല്, ലേറ്റ് ആക്കണ്ട. അപ്പൊ സാറേ ഗുഡ് നൈറ്റ്. രാത്രി യാത്രയില്ല, പോയിട്ട് വരാം. അപ്പോ വരണം. ഇനി അതും പറഞ്ഞു പറ്റിക്കരുത്. നിന്റെ വീട്ടിലേക്കോ? ഏയ് അയ്യേ, ഞാനാ ടൈപ്പല്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോമാ കുന്തം, ഈ തുണിയെല്ലാം കൂടെ ഞാൻ എടുത്ത് കത്തിക്കും. ആവശ്യമുള്ളോട്ട് കാണുകയില്ല. അതെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ടോയ്സ് എവിടെയെങ്കിലും ഒതുക്കി വെക്കണമെന്ന്? ടോയ്സ് അവിടെ ഇവിടെ ഇടത്തൊന്നും മമ്മി അറിഞ്ഞോണ്ടല്ലേ ഞാൻ അതൊക്കെ തലമാരി വെച്ചത്. അതിന് അലമാരിയിലാണ് ഇതൊക്കെ വെക്കേണ്ടത്. പിന്നെ അടുപ്പിലാണ് ടോയ്സ് വെക്കേണ്ടത്. ആ, എന്ത് പറഞ്ഞാലും ഉണ്ട് അവനൊരു തർക്കുത്തരം. ചെറിയമാരുണ്ടോ അവിടെ? ഈ ടി വി ഞാൻ ഇന്ന് തല്ലി പൊളിച്ച് കളയും. നിനക്ക് സ്കൂളിൽ പോണ്ടേ? പോയി ബ്രഷ് ചെയ്യടാ. ഇതിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടാലേ വിശിഷ്ട സേവനത്തിന് പ്രസിഡന്റ് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നും. മനുഷ്യരെ നാണം കെടുത്ത ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പൊട്ടട്ടെ, എല്ലാം പൊട്ടട്ടെ, നശിക്കട്ടെ. എനിക്ക് വയ്യ ഇത് തൂത്തുവാരൻ. ഡാഡി മോനും കൂടെ വാരി കളഞ്ഞാ മതി. അല്ല, ഞാനിത് ആരോടെ പറയുന്നേ? ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം അഭിനയിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലല്ലോ. എന്റെ കൈ അനങ്ങിയില്ലെങ്കിലേ ലോകാവസാനം വരെ ഈ കുപ്പിച്ചില് ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ഉറങ്ങ ഉറങ്ങ. ഇവിടെ ബാക്കിയുള്ളവരുടെ കൈ മുറിഞ്ഞാൽ എന്താ, കാലൊടിഞ്ഞാൽ എന്താ, തല പൊളിഞ്ഞാൽ എന്താ? ഒരു പണിയും ചെയ്യാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. എന്റെ ശവടക്ക് നടക്കുമ്പോഴും ഇങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങണം. എലിസബത്ത് ചേച്ചിയാ, ന്യൂസ് അറിഞ്ഞു കാണും. ഹലോ, ആ ചേച്ചി, ഇവിടെ എന്ത് വിശേഷം ചേച്ചി? അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പോലീസ് സർവീസിൽ ഇതൊക്കെ സാധാരണല്ലേ? പണിഷ്മെന്റ് ഒന്നും അല്ലേ ചേച്ചി? ഇല്ല ചേച്ചി, ഓഫീസിൽ കാണാം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഓക്കെ, ബൈ. ഇനി ആരും അത്ര സന്തോഷിക്കണം. മമ്മി, എന്റെ ടൂത്ത് ബ്രഷ് കാണാനില്ല. ബ്രഷ് ഞാൻ എടുത്ത് തിന്നു. ഒരു ദിവസം പല്ല് തേച്ചില്ലെന്ന് വെച്ചേ ആകാശം ഒന്നും ഇടിഞ്ഞു വീടില്ല. നീ ഇന്ന് പുഞ്ചിരി മത്സരത്തിനൊന്നും പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ കേമനായ ഒരു ക്രൈം ബ്രാഞ്ച് ഓഫീസർ വീട്ടിലുള്ളപ്പോ എന്നോടാണോ ചോദിക്കേണ്ടത്? മോന്റെ ഡാഡിയോട് പറ, കാണാതെ പോയ ബ്രഷ് കണ്ടുപിടിച്ചു തരാൻ. പോലീസാണ് പോലും. പോലീസുകാരെ പറഞ്ഞിട്ടെന്താ? കമിഴ്ന്ന് കിടക്കുന്ന പ്ലാവില മലർത്തി വെക്കാൻ പോലും പറ്റാത്ത മടിയന്മാരെ പിടിച്ച് പോലീസ് ചേർത്തവര് പറഞ്ഞാ മതി. സ്റ്റൈലും പത്രാസും ഒക്കെ കണ്ട ജെയിംസ് ബോണ്ടാന്ന് തോന്നും. സർവീസിൽ കേറിയ കാലത്തെങ്ങാണ്ട് തെളിയിച്ച കുറച്ച് കേസിന്റെ കഥയുണ്ട്. എന്ത് ചോദിച്ചാലും പറയാം. മുട്ടെ പനിയാണെന്നും പറഞ്ഞ് 365 ദിവസവും ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന കുഴിമടിമാർക്ക് സസ്പെൻഷൻ അല്ലാതെ സ്വർണ്ണ മെഡൽ കിട്ടുവോ? മമ്മി, ടൂത്ത് പേസ്റ്റ് തീർന്നു. ആകാശത്തുനിന്ന് പേസ്റ്റ് പൊഴിച്ചിടാനേ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. 3 ദിവസമായിട്ട് പറയണതാ സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങിന്ന്. ഇവിടെ ഒരാൾക്ക് വല്ല കുലുക്കമുണ്ടോ? മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാനേ ഉള്ളു മടി. കുത്തിയിരുന്ന് ക്രിക്കറ്റ് കാണാനാണെങ്കിൽ ഒരു മടിയില്ല. ഇത്രയും ഫേമസ് ആയൊരു കെട്ടിയോനെയാണല്ലോ കർത്താവേ നീ എനിക്ക് തന്നത്. എന്റെ ഭാഗ്യം. ആ ദാ മോളെ, മോള് വൈകിട്ട് കാണുമല്ലോ അല്ലേ? കാണും ചേർത്തി. അല്ല, അതിനനുസരിച്ച് അരിയിടാനാണേ. അയ്യോ, പറഞ്ഞ പോലെ ആദ്യം മോനെ ചോറ് കിട്ടണ്ടേ? വടി പോവാം. ഡാഡി ഞങ്ങൾ ഇറങ്ങാം. ആ ചേച്ചിയെ വേഗം ഓഫീസിലെത്തിക്ക്, ഇപ്പൊ തന്നെ ലേറ്റായി. എന്തായി? ബൈ.
ഇത് ശരിയാവൂല. ഏത്? നിന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ആന്റണി, അവന്റെയും പണി. ഞങ്ങൾക്ക് എന്താ കുഴപ്പം? നേരെ ചൊവ്വെ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു നിന്റെ ഡാഡി. എന്ന് നിന്റെ കൂട്ടുകെട്ട് തുടങ്ങിയോ അന്നു മുതലാണ് അയാൾ അലമ്പാവാൻ തുടങ്ങിയത്. നീയാണ് ആന്റണിയെ വഷളാക്കുന്നത്. എന്റെ ഡാഡിയല്ലേ വഷളാവുന്നത്? അത് ഞാൻ അങ്ങ് സഹിച്ചു. പക്ഷെ മമ്മി ഇങ്ങനെ വളർത്ത് വഷളാക്കുന്നത് ആരാ? ഞാനായിരിക്കും. ടൈം കിട്ടുമ്പോ കാരണൊരു മകളെ ഒന്ന് ഉപദേശിച്ചു നോക്ക്. കാരണോരെന്ന് നിന്റെ അപ്പനച്ചെന്ന് വിളിയടാ. ശരി ചെറുപ്പക്കാരാ. സാറിന് പോകുന്നില്ലേ? അതാ സ്കൂളിൽ പോകുന്നില്ലെന്നാ ചോദിച്ചത്. സ്കൂളൊക്കെ എപ്പോഴാ ഉണ്ടായതല്ലേ? അല്ല, ആനിച്ചേച്ചിയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്തൊരു എനർജറ്റിക് ഓഫീസറായിരുന്നു പുള്ളി. ഇപ്പൊ ആദ്യേക്കാ കുഞ്ഞുകളി അങ്ങേർക്കാന്നു. ആദ്യമാണ് ആന്റണി ചേട്ടന്റെ അപ്പൻ എന്റെ അപ്പച്ചൻ പറയുന്നത്. ആന്റണി ചേട്ടൻ ആദ്യമാണ് ഹീറോ. ആദ്യക്ക് ആന്റണി ചേട്ടനും. ഇങ്ങനെ പരസ്പരം ഹീറോ വർഷിപ്പ് നടത്തുന്ന വേറെ ഏത് അപ്പനെയും മകനെയും കാണാൻ കിട്ടും? ആ ചേച്ചി ഇറങ്ങാറായോ? ആ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. വേണ്ട ഞാൻ അവിടെ വന്ന് പിക്കിതോളാം. മടിയൊന്നുമല്ല പുള്ളിക്കാരന്റെ ബേസിക് പ്രശ്നം. ഫുൾ ടൈം ആദ്യമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കണം, അത്രേ ഉള്ളൂ. എല്ലാരും പറയും ജോലി എടുക്കുന്നത് കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടിയാണെന്ന്. എന്നിട്ട് 5 മിനിറ്റ് പോലും അവർക്കൊപ്പം സ്പെൻഡ് ചെയ്യേയില്ല. ഈ കേസിൽ എന്തായാലും അങ്ങനെ ആരും കംപ്ലൈന്റ് പറയില്ല. മകന്റെ കാര്യത്തിൽ ഓവർ കൺസേൺ ആണെന്നൊക്കെ പലരും പറയുമായിരിക്കും. പക്ഷെ അത് ചേട്ടന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടാ എനിക്ക് തോന്നുന്നത്. അല്ല, ഇത് പറയാനാണോ കാണണമെന്ന് പറഞ്ഞ്? വേറൊരു കാര്യം കൂടെ ഉണ്ട് പറയാൻ. എന്നാ പറ. അല്ല, നമ്മുടെ കാര്യേ ഞാനത് 2 ദിവസമായിട്ട് വീട്ടിൽ പ്രസന്റ് ചെയ്ത് ഇങ്ങനെ പതിയെ റെഡിയാക്കി വരികയായിരുന്നു. എന്നിട്ട് പപ്പ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നൊന്ന് കനത്തില് മൂളിയതല്ലാതെ കാര്യങ്ങളിലേക്ക് കടന്നില്ല. ഈ സസ്പെൻഷൻ തന്നെയാണ് അവിടെയും പ്രശ്നം. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? പത്രങ്ങളിലൊക്കെ വാർത്ത വന്നല്ലേ ഉള്ളൂ. തനിക്ക് അറിഞ്ഞൂടെ പപ്പയുടെ ഒരു ക്യാരക്ടർ? താൻ വെറുതെ എന്നെ ടെൻഷൻ ആക്കല്ലേ. ഈ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഈ കാര്യത്തിലൊക്കെ ആന്റണി ചേട്ടൻ തന്നെ പുലി. അന്ന് പൊൻകുന്നത്തുനിന്ന് ആനിച്ചേച്ചിയും ചാടിച്ചോണ്ട് ഒരു ഒറ്റ പോക്കല്ലായിരുന്നോ? പിന്നെ എവിടെ ചെന്നാ നിന്നറിയോ? എവിടെ? മരുമോനെ, ഈ ബോളിൽ കുറ്റി തെറിക്കും കേട്ടോ. കാണാം കാണിച്ചു തരണേ. കണ്ടോ? ആകാവുന്ന പണിക്ക് ഇറങ്ങിയാ പോരെ? അത് തന്നെയാണ് നാട്ടുകാരും അങ്ങോട്ട് ചോദിക്കണത്. എന്ത് ആകാവുന്ന പണി ചെയ്താ പോരേന്ന്. അതിപ്പോ ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. അബദ്ധം മാത്രം പറ്റണ പോലീസുകാരും ഉണ്ട്. മൈക്കിൾ ജാക്സൺ എനിക്കിട്ടൊന്ന് താങ്ങി. ആശ്വാസമായി. അതെങ്കിലും മനസ്സിലായല്ലോ. പറ്റില്ല, ഇത് കള്ളക്കളിയാണ്. ഇത് ക്ലിയർ LBW ആണ്. ഓ പിന്നെ പൊളിക്കും. ഞാനേ റെഡി അല്ലായിരുന്നു. അങ്ങനെ ആണെങ്കിലും അത് LBW ഒന്നുമല്ല. LBW എന്ന് പറഞ്ഞാലേ ലെഗ് ബിഫോർ വിക്കറ്റിന് അർത്ഥം. പിന്നെ ഞങ്ങളിപ്പോ ഡിക്ഷണറി നോക്കി അർത്ഥം പഠിച്ചു തരാം. താൻ പോടോ. എടോ, അർത്ഥം അറിയില്ല, പഠിക്കണോ? ആന്റണിയുടെ തൊടയിലാ പന്ത് കൊണ്ടത്. കാല് കൊണ്ടാലേ LBW ആവുള്ളൂ. ഇത് തൊടBW ആ. തന്റെ തൊട പിന്നെ കാലിലല്ല തലയിലാണോ? തൊട മാത്രല്ലോ, വേറെ പലതും ഉണ്ട് എന്റെ തലയില്. അതൊക്കെ തനിക്ക് കാണണോ? അയ്യടാ, കാണാൻ പറ്റിയൊരു പീസ്. തലക്കകത്ത് കളിമണ്ണ് കൂടുതലാണെങ്കിൽ അത് ഞങ്ങളെ കാണിക്കണ്ട. അതുപോലെ കലമോ കരച്ചട്ടി ഉണ്ടാക്കാൻ കൊടുത്താൽ മതി. അതെ, നിന്റെ തലേന്ന് എടുത്തു കൊടുത്താൽ മതി. നീ പോടാ കിളവ. കിളവ നിന്റെ അച്ഛൻ. അതിന്റെ വലിയ ഓടാ വേണ്ടി. അമ്പയറുടെ തീരുമാനം അന്തിമമായിരിക്കും. ഇത് ഡാഡിയും മോനും തമ്മിലുള്ള കളിപ്പിരി കളിയാ. കണക്കായി പോയി. കീപ്പറിന്റെ പണി നോക്കിയാൽ മതി കേട്ടാ. ഓ റാൻ. കള്ളത്തരം പണ്ടേ ഉള്ളതാണല്ലോ. പണ്ട് മോളായിരുന്നു കൂട്ട്. അതിനിപ്പോ എന്താ പറ്റി? പറ്റിച്ചത് തന്നെയാണെങ്കിലും പറ്റിയത് അവക്കാണല്ലോ. കേട്ടില്ല. അല്ല, കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ കാഴ്ച കാണാൻ പോയാൽ കുറ്റി തെറിക്കുമെന്ന് പറയായിരുന്നു. ഉപദേശത്തിന് നന്ദി. നമ്മളും സിക്സർ അടിക്കുന്ന കാലം വരും. അതൊന്ന് കണ്ടിട്ട് പഠിച്ചാ മതിയായിരുന്നു. എന്നെ കൊണ്ട് വെറുതെ സിക്സർ അടിപ്പിക്കല്ലേ. ചുമ്മാ ചിരിപ്പിക്കാതെ. ചിരിമായിരുന്നു കണ്ടോ?
സാറേ ഒരു മിനിറ്റ്. എന്താണോ? ഒരു മിനിറ്റ് വാ സാറേ. സോമൻ സാറേ ആ ന്യൂസ് ചാനലൊന്ന് വെച്ചേ. എന്താടോ ചാനലിൽ എത്ര വലിയ വിശേഷമുണ്ട്, വെക്കേ. അതൊന്ന് വെച്ചു കൊടുത്തോടോ. നോക്ക് സാറേ. കർശനമാക്കിയതെന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അറിയിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീകാന്തിന് നേരെ എറണാകുളത്ത് വെച്ച് കയ്യേറ്റ ശ്രമം നടന്നു. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം കുണ്ടന്നൂർ വൈറ്റ് ഫോർട്ട് ഹോട്ടലിന് 600 വാര അകലെ വെച്ചാണ് സംഭവം നടന്നത്. രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ശ്രീകാന്ത്. ആന്റണി സൈമൺ എന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുകയും കയ്യേറ്റത്തിന് മുതിർന്ന അജ്ഞാത സംഘം തുരത്തപ്പെടുകയും ചെയ്തത്. സംഭവത്തിന് ദൃക്സാക്ഷിയാവുകയും അപകടം ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്ത ശ്രീ ആന്റണി സൈമൺ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാം. നമസ്കാരം ശ്രീ ആന്റണി സൈമൺ, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് താരം ശ്രീകാന്തിനെതിരെ ഇന്നലെ രാത്രിയിൽ നടന്ന കയ്യേറ്റ ശ്രമം നേരിൽ കണ്ടതാണല്ലോ താങ്കൾ. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? താങ്കൾ സംഭവ സ്ഥലത്ത് ചെല്ലാനിടയായ സാഹചര്യം എന്തായിരുന്നു? അങ്ങനെ താങ്കൾ ചെന്നതുകൊണ്ട് സ്ഥിതിഗതികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? അഥവാ താങ്കൾ ചെന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കാനിടയുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാകുമായിരുന്നു? ഇങ്ങനെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായും 100,000 ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊക്കെ ഒറ്റയടിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ് സാർ. ശ്രീ ആന്റണി സൈമൺ, ഞാൻ ചോദ്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാം. അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു മലയാളി കായിക താരമാണ് ശ്രീകാന്ത്. അങ്ങനെയുള്ള ഒരു പ്രശസ്ത വ്യക്തിക്ക് വലിയൊരു അപകടസന്ധിയെ നേരിടേണ്ടി വരുന്ന അന്തരാള ഘട്ടമുണ്ടായപ്പോൾ ആ സാഹചര്യത്തിന് ദൃക്സാക്ഷിയായ വ്യക്തിയിൽ നിന്നും സംഭവങ്ങളുടെ ഗതിവിഗതികളുടെ ഒരു നേർക്കാഴ്ച രൂപീകരിക്കുവാൻ പൊതുജനങ്ങൾക്ക് അതീവ താല്പര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ വസ്തുനിഷ്ഠവും വിവരണാത്മകവും ഒപ്പം സംക്ഷിപ്തവുമായ ഒരു വിവരണം, ഒരു ചിത്രം വരച്ചു തരാൻ താങ്കൾക്കാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ചിത്രം വരയ്ക്കാനൊന്നും അതല്ല, കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. വളരെ നിർണായകമായ ഒരു സന്ധിയിൽ നിയാമകമായ ഒരു ഇടപെടൽ ശക്തിയായി പ്രവർത്തിക്കുകയും സംഭവങ്ങളുടെ ഗതിയിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തി എന്നുള്ള നിലയിൽ താങ്കളുടെ അനുഭവങ്ങളുടെ നേരിട്ടുള്ള വിശദീകരണം കേൾക്കാൻ കുതുകികളായിരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഉണ്ടാകും. അതറിയാനുള്ള അവരുടെ ആകാംക്ഷ താങ്കൾ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ ആന്റണി സൈമൺ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം ഉപയോഗിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ താങ്കൾ ശ്രദ്ധ ചെലുത്തണം ശ്രീ ആന്റണി സൈമൺ. എന്നെ എന്തെങ്കിലും സംസാരിക്കാൻ അനുവദിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. തീർച്ചയായും ഞാൻ താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു. താങ്കൾ പറയൂ. ഞാനും മകനും കൂടെ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയിരുന്നു. ശ്രീകാന്ത് ഉണ്ടായിരുന്നു ആ ഷോയ്ക്ക്. ഷോ കഴിഞ്ഞ് ശ്രീകാന്ത് ഒറ്റയ്ക്കാണ് കാർ ഓടിച്ചു പോയത്. ആ പോക്ക് കണ്ടപ്പോഴേ ഒരു അപകടം ഞാൻ മണത്തു. ആ ഉൾവിളിയാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ക്രിക്കറ്റ് താരം ശ്രീകാന്തിനെതിരെ ആക്രമണമുണ്ടാകുമെന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ താങ്കൾക്ക് ലഭിച്ചിരുന്നു? ഡയറക്റ്റായിട്ട് സൂചനകളൊന്നും ഇല്ലെങ്കിൽ പോലും ചില അപകടങ്ങൾ നമുക്ക് മണത്തറിയാൻ പറ്റും. ഏത് സമയത്തും വിജിലന്റ് ആയിരിക്കണം ഒരു നല്ല ഓഫീസർ. ഉറങ്ങുമ്പോൾ പോലും അയാൾ ഉണർന്നിരിക്കണം. ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും നമ്മുടെ മടി പിടിച്ചിരിക്കരുത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അലസത എന്ന വാക്ക് പോലും ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു മാറ്റണം. പലപ്പോഴും ഒരു ക്രൈം നടക്കുന്നതിന് മുമ്പ് തന്നെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ, ഒരു ഇൻറ്റ്യൂഷൻ എനിക്ക് കിട്ടാറുണ്ട്. ഒരുതരം സിക്സ്ത് സെൻസ് താങ്കളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനെയുള്ള വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് എന്നെ കുഴപ്പത്തിലാക്കരുതേ. കുറ്റകൃത്യങ്ങൾ തടയാൻ നിയോഗിക്കപ്പെട്ട ഒരു എളിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. എന്റെ കടമ വളരെ കൃത്യമായി ചെയ്യണമെന്നുള്ള വാശി എനിക്കുണ്ട്. താങ്കൾ ഇപ്പോൾ സസ്പെൻഷനിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്രയും ജാഗ്രത പുലർത്തുന്ന താങ്കൾക്ക് എന്ത് പിഴവിന്റെ പേരിലാണ് ശിക്ഷണ നടപടി ലഭിച്ചത്? എത്ര നാളാണ് അതിന്റെ കാലാവധി? പുറത്തു പറയാൻ പറ്റാത്ത ഒരു ഓപ്പറേഷനിൽ ഞാനെടുത്ത വളരെ തന്ത്രപരമായ ഒരു നിലപാടാണ് എന്റെ സസ്പെൻഷനിൽ കൊണ്ട് എത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ക്രിക്കറ്റ് താരം ശ്രീകാന്ത് ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാം. ഹലോ ഹലോ ശ്രീകാന്ത്, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീകാന്ത്, ഇന്നലെ താങ്കൾ നേരിട്ട അവിചാരിതമായ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ന്യൂസ് ടൈം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് സംഭവത്തെ കുറിച്ച് പറയാനുള്ളത്? ഇത്തിരി പേടിപ്പിക്കുന്ന സംഭവമായിരുന്നു അത്. എന്റെ വഴി തടഞ്ഞവർ ആരാണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നോ എനിക്ക് അറിയില്ല. പക്ഷെ ആന്റണി സാറും റോയ് സാറും വന്നില്ലായിരുന്നെങ്കിൽ സംഗതി ചിലപ്പോൾ വഷളായനെ. അവരോടുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആന്റണി സാർ സ്റ്റുഡിയോയിലുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. ശ്രീകാന്ത്, ഈ സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന പതിയിരിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീകാന്ത്, ഹലോ ശ്രീകാന്ത്, ക്ഷമിക്കണം, ഫോൺ ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ശ്രീ ആന്റണി സൈമണിലേക്ക് തിരിച്ചു വരാം. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പാകിസ്ഥാൻകാരും അഫ്ഗാനിസ്ഥാൻകാരും ഒന്നും അല്ലെന്നേ, ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാ. ഇത്തരക്കാരെ പിടികൂടാനുള്ള ചില പദ്ധതികൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആവിഷ്കരിക്കുന്നുണ്ട്. അധികം താമസിയാതെ തന്നെ പ്രതികളെ പിടികൂടാനാവും എന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് വളരെ നന്ദി. എല്ലാ ആശംസകളും.